സർ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അതായത് ഞാൻ സ്കൂളിൽ 9ാം ക്ലാസ്സൊക്കെ വരെ പഠിച്ചപ്പോഴും എനിക്കൊരു ടെസ്റ്റിൽ പോലും ഫുൾ മാർക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പ് 5 ഞാൻ ഒരിക്കലും വന്നിട്ടൊന്നുമില്ല. അങ്ങനെയാണ് എനിക്കും ഫുൾ A+ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടോ, വലിയ ആഗ്രഹമാണ് എൻ്റെ, അത് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. മക്കളെ, നിങ്ങളൊരു ആവറേജോ ഒരു ബിലോ ആവറേജോ ജസ്റ്റ് എബോ ആവറേജ് സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സംശയങ്ങൾ ഇനി തോന്നാൻ പോകുന്ന കാര്യമായിരിക്കും ഇത്. അതായത് എന്നെക്കൊണ്ട് ഫുൾ A+ ഒക്കെ നേടാൻ പറ്റുമോ? അത് ഈ ക്ലാസ്സിലെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ, നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറയും, എടാ നീ നന്നായി പഠിക്കുന്നുണ്ട്, നിനക്ക് നല്ല ചാൻസ് ഉണ്ട് ഫുൾ A+ എന്നൊക്കെ. ആ പറയുന്ന കുട്ടികൾക്ക് മാത്രമല്ലേ കിട്ടുന്നുണ്ടാവുള്ളൂ. നമ്മളെപ്പോലെ സാധാരണ കുട്ടികൾക്കൊക്കെ ഫുൾ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മക്കളെ, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഈ ഫുൾ A+ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫുൾ A+ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിനും ഫുൾ മാർക്ക് കിട്ടുന്ന പോലെയല്ല. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് വേണ്ട, നിങ്ങൾ 90% മുകളിലേക്ക് എത്തിച്ചാൽ മതി. മാത്രമല്ല, ഈ 10ാം ക്ലാസ് SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാമൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ ജനറലി കുറച്ച് ടഫായിട്ടാണ് വരാറ്. പിന്നെ സ്കൂളിലെ പരീക്ഷ ഓരോ സ്കൂളിലെയും അവർ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ടഫായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ പബ്ലിക് പരീക്ഷയുടെ ലെവൽ എടുത്തു നോക്കിയാൽ അത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമൊന്നുമല്ല. ആ പരീക്ഷയിൽ അത്യാവശ്യം റെഗുലറായിട്ട് വൃത്തിയായിട്ട് ഒരു ഇയർ മൊത്തം പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അയാൾ ആവറേജ് ആണെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ 90% മുകളിൽ കയറി ആ ഫുൾ A+, എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ് പരീക്ഷ അത്രയും ടഫല്ല. ഇതേ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ +1 കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് IIT JEO അല്ലെങ്കിൽ നീറ്റ് എക്സാമിലോ അതിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുമോ? ആവറേജ് കുട്ടിയാണ്, എളുപ്പത്തിൽ എനിക്ക് നീറ്റ് കിട്ടുമോ അല്ലെ JEE കിട്ടുമോ അല്ലെ അതിനുശേഷം IAS ഒക്കെ എളുപ്പത്തിൽ കിട്ടുമോ എന്ന് വെച്ചാൽ എനിക്ക് പറയേണ്ടി വരും അതത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടല്ല. കാരണം ആ പരീക്ഷയെ തന്നെ അത്രയും ബുദ്ധിമുട്ടല്ല. മാത്രമല്ല, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് 90% മുകളിലും കൂടി കടന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടല്ല, കാരണം അത്രയും ഡിഫിക്കൽട്ട് ലെവൽ ഓവറല്ല. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ട്സ് എടുത്ത് നോക്കിയാൽ അതിൽ 16% കുട്ടികൾക്കും ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച് എടുത്ത് നോക്കിയാൽ അത് 36+ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ആ 36% കുട്ടികളും ടോപ്പേഴ്സ് ആയിരുന്നു അവരുടെ ക്ലാസ്സിൽ അല്ലല്ല, അവരൊക്കെ സാധാരണ കുട്ടികളായിരുന്നു. മിക്ക കുട്ടികളും സാധാരണ കുട്ടികളായിരുന്നു, ആവറേജ് കുട്ടികളായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന, ഓൾറെഡി ചെറുപ്പം മുതൽ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജനറലി ഇൻ്റലിജൻസ് ഒക്കെ കൂടിയ, ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ വലിയ മടിയില്ലാത്ത, പഠനത്തെ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടുമായിരിക്കും. അപ്പോൾ അയാൾ കുറേ കഷ്ടപ്പെടേണ്ടി വരില്ല, അല്ലെങ്കിൽ അയാൾക്ക് കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ടായിരിക്കാത്തത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ അത് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പറിനെ പോലെ റിലാക്സ് ഒക്കെ ചെയ്തിരുന്നിട്ട് അങ്ങനെ പഠിക്കാൻ നോക്കിയാൽ കാര്യം നടക്കില്ല. നിങ്ങൾ അവരെക്കാളും എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ള കാര്യം സത്യമാണ്. സാർ, എത്രത്തോളം എഫേർട്ട് ഇടേണ്ടി വരും? വളരെ സിമ്പിളാണ് മക്കളെ. ആദ്യം മുതലേ റെഗുലറായിട്ട് പഠിച്ച് തുടങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. അത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മതി. അതായത് നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു, ലക്ഷ്യ ബാച്ച് എന്നേ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മിനിമം ഒരു 1 hour പഠനത്തിന് മാറ്റി വെക്കുക. അങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ ഇപ്പം മുതലേ പഠിച്ച് തുടങ്ങിയാൽ, ഒരു 1 hour റെഗുലറായിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് തുടങ്ങിയാൽ, പിന്നെ നമ്മൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നമുക്ക് വൺ ഷോട്ട് സീരീസ്, മാരത്തോൺ സീരീസും അങ്ങനെ ഞങ്ങളും എക്സാമിനറും നിങ്ങൾക്ക് ഒരു ബൂസ്റ്റും കൂടി തന്ന് അതിലും നിങ്ങൾ അത്യാവശ്യം സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഒന്നും പഠിക്കാണ്ട് മാരത്തോൺ ലൈവിൽ അവസാന എക്സാമിൻ്റെ തലേന്ന് വന്നാൽ നിങ്ങൾക്ക് A+ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ എക്സാം പാസ്സാവും, മോശമില്ലാത്ത മാർക്ക് കിട്ടും. A+നെ പറ്റി നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. അതിന് ഞാൻ ഈ പറഞ്ഞ റെഗുലറായിട്ട് പഠിക്കുകയും പിന്നെ ആ എക്സാമിൻ്റെ ടൈമിൽ മാരത്തോൺ ലൈവുകളിലും അതുപോലെ എക്സാമിന് മുൻപ് തന്നെ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലെ ലൈവുകളൊക്കെ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ആവറേജ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ A+ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് സത്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, നിങ്ങൾ പേടിക്കേണ്ട. ഇന്ന് മുതലേ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം റെഗുലറായിട്ട്, ഓക്കെ, അതിൽ ഒരു ദിവസമൊക്കെ പഠനം മിസ്സായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, സിൻസിയറായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളോട് തന്നെ ഓണസ്റ്റ് ആവും. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, ഞാൻ സിൻസിയറായിട്ട് റെഗുലറായി പഠിക്കുന്നുണ്ട്, ഈ സാറ് പറയുന്ന പോലെ ഞാൻ പഠിക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം ആണെന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. അതിന് ഉത്തരം അല്ല എന്നാണെങ്കിൽ നിങ്ങൾ അത് ശരിയാക്കി എടുത്തേ പറ്റുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഈ ഉദ്ദേശിക്കുന്ന ഈ ഫുൾ A+ കിട്ടാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളാണ്.
ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വരണം, കാരണം നമുക്ക് എന്തായാലും അടിച്ചു പൊളിച്ച് പഠിക്കാനുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം ഇതിന് മുൻപ് എത്രയോ പ്രാവശ്യം പറയുകയാണ്, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. കാരണം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ധൈര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയോടുള്ളൊരു പേടി കുടുങ്ങി നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു വിശ്വാസം ആദ്യം സ്വയം ഉണ്ടായാലേ ഞങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു ഫുൾ A+ മാത്രമല്ല ഒരു നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ ഐ വിൽ ഗെറ്റ് ഫുൾ A+ സർ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായും അത് നേടിയിരിക്കും നിങ്ങൾ.